ഹായ്, വെൽക്കം ടു മല്ലൂസ് പാലറ്റ്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടൺ അമർത്തുക. ഇന്ന് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ബീഹാറിലെ ചമ്പാരൻ എന്ന സ്ഥലത്തെ വളരെ ഫേമസ് ആയ അഹുന ഹാൻഡി ചിക്കൻ ആണ്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ മൺകലത്തിൽ ദം ഇട്ടാണ് നമ്മളിത് പ്രിപ്പയർ ചെയ്യുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ഗ്രേവി ഡിഷാണിത്. അഹുന ചിക്കൻ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. ഹാൻഡി ചിക്കൻ തയ്യാറാക്കാനായി 1/2 കിലോ ചിക്കൻ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിലേക്ക് 1/2 കിലോ സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. 1/2 കപ്പ് വെളുത്തുള്ളി തുണ്ട് കളയാതെ ചേർക്കുക. 4 പച്ചമുളക് മുഴുവനായി ചേർക്കുക. 3 വറ്റൽമുളക്, 2 വലിയ ഏലക്ക, 3-4 ചെറിയ ഏലക്ക, 1/2 ഇഞ്ച് പട്ട ചെറുതായി നുറുക്കിയത്, 1 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ ഗ്രാമ്പൂ, 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ ജീരകപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് കൊടുക്കുക. 1/4 കപ്പ് ചൂടാക്കി ആറ്റിയ കടുകെണ്ണയിലേക്ക് 1/4 കപ്പ് നെയ്യ് കൂടി ആഡ് ചെയ്ത് ചിക്കനിലേക്ക് ആഡ് ചെയ്യുക. കടുകെണ്ണ ഇല്ലെങ്കിൽ നോർമൽ കുക്കിംഗ് ഓയിൽ യൂസ് ചെയ്താലും മതിയാകും. അതിനുശേഷം ഇവയൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുക. കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മി ചിക്കനിൽ പിടിക്കത്തക്ക വിധത്തിൽ മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഈ മിക്സിനെ ഒരു മൺകലത്തിലേക്ക് നമുക്ക് മാറ്റാം. ഞാനിവിടെ 2 ലിറ്ററിന്റെ മൺകലമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ചിക്കനും മസാലയും എല്ലാം മൺകലത്തിലേക്ക് മാറ്റിയതിനു ശേഷം ഇതിനെ ദം ചെയ്താണ് കുക്ക് ചെയ്തെടുക്കേണ്ടത്. അതിനായിട്ട് കലം അടച്ച് അതിനെ മാവ് വെച്ച് സീൽ ചെയ്തെടുക്കുക. എയർ എസ്കേപ്പ് ചെയ്യാത്ത രീതിയിൽ ടൈറ്റ് ആയിട്ട് വേണം സീൽ ചെയ്തെടുക്കാനായിട്ട്. അതിനുശേഷം ലോ ഫ്ലെയിമിൽ 45 മിനിറ്റ്സ് വേവിക്കുക. 45 മിനിറ്റ് കുക്ക് ചെയ്തതിനു ശേഷം ദം പൊട്ടിച്ച് ചിക്കൻ സെർവ് ചെയ്യുക. ആവശ്യമെങ്കിൽ മല്ലിയില ചേർത്ത് സെർവ് ചെയ്യാവുന്നതാണ്. റോട്ടീന്റെ കൂടെയും റൈസിന്റെ കൂടെയും പറാട്ടയുടെ കൂടെയൊക്കെ കഴിക്കാവുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സൈഡ് ഡിഷ് ആണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ എന്നെ അറിയിക്കുകയും ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയി കാണുന്നതുവരേക്കും ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.